പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സന്ദർശിച്ചു. കാർ ഓടിച്ചായിരുന്നു മന്ത്രി സ്ഥലത്ത് പരിശോധന നടത്തിയത്. മന്ത്രിയോട് നാട്ടുകാർ ആശങ്ക പങ്കുവച്ചു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, 4 കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞപ്പോഴാണ് അധികൃതർ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നത്. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലുള്ള പരിശോധന, എങ്ങനെയുള്ള മാറ്റം ആലോചനയിൽ? അഭിലാഷ്, ആ 4 കുരുന്നുകൾ യഥാർത്ഥത്തിൽ രക്തസാക്ഷികളാണ് അവിടെ. കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ അവസാനത്തെ തെളിവുകളാണ്, അടയാളങ്ങളാണ് ആ കുട്ടികൾ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ അവിടെ കാണുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ.ബി. ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അവിടെ എത്തി എന്നുള്ളതാണ്. അതിലപ്പുറം അദ്ദേഹം ആ റോഡിലൂടെ തന്റെ ഔദ്യോഗിക വാഹനം ഓടിച്ച് റോഡിന്റെ ഘടന മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതുമാണ്. അദ്ദേഹം ആദ്യം അവിടെ എത്തി. രാവിലെ മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു. അവരെ സന്ദർശിച്ച് അവർക്ക് പറയാനുള്ളത് അദ്ദേഹം കേൾക്കുകയും ഒപ്പം നാട്ടുകാർക്ക് പറയാനുള്ള അദ്ദേഹം കേൾക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് അദ്ദേഹം ഈ റോഡിലെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഔദ്യോഗിക വാഹനം സ്വയം ഓടിച്ച് മണ്ണാർക്കാട് ഭാഗത്തേക്ക്, അതായത് ഈ അപകടം നടന്ന ഇടം മുതൽ റോഡ് അപകട അവസ്ഥയിൽ തുടങ്ങുന്ന ഇടം വരേക്ക് ഓടിച്ച് മനസ്സിലാക്കിയത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. തുടർന്ന് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ പരമാവധി നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ റോഡിന്റെ ഘടന മാറ്റുക എന്നുള്ളത് ദേശീയപാത അതോറിറ്റിയുമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാര്യങ്ങൾ എന്താണെങ്കിലും കൂടിയാലോചനകൾക്ക് ശേഷം ഈ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം അതിന്റെ ഗൗരവത്തിൽ തന്നെ മന്ത്രി ഉൾക്കൊണ്ടു എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കും പങ്കുവെക്കാൻ ഉള്ളത്. ഈ മന്ത്രിയുടെ ഉറപ്പ് ഇനി ഈ റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ദേശീയപാത അതോറിറ്റിയെ എത്രമാത്രം സ്വാധീനിക്കും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. എന്നാണെങ്കിലും മന്ത്രി അവിടെ റോഡിന്റെ ഘടന സ്വയം മനസ്സിലാക്കി എന്നുള്ളതാണ്, വണ്ടി ഓടിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിനി ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സന്ദർശനമുണ്ട്. നേരത്തെ തന്നെ രാവിലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് RTOയും അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും PWD എല്ലാ അധികൃതരൊക്കെ ഈ മേഖല സന്ദർശിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ രാവിലെ മുതൽ നമുക്കറിയാം അവിടെ വലിയ പ്രതിഷേധമായിരുന്നു. കോൺഗ്രസിന്റെ സമര പ്രഖ്യാപനം, അതിനുശേഷം യൂത്ത് ലീഗിന്റെ സമരം. അങ്ങനെ രാവിലെ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ സന്ദർശനം ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെച്ചായിരുന്നു. അപ്പോൾ അല്പസമയത്തിന് ശേഷം അവരും ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും ഒരു 4 കുരുന്നുകളുടെ ജീവന്റെ വില അത് വളരെ വലുതാണ്. പക്ഷെ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ കാണുമ്പോൾ നാട്ടുകാർക്കുള്ളത്. തീർച്ചയായും നേരത്തെ തന്നെ നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്ന പ്രദേശമാണ്. അപകടം പതിവായിട്ടുള്ള മേഖല എന്ന് നാട്ടുകാരുടെ പരാതി ഉണ്ടാകുന്നു. അശാസ്ത്രീയമായാണ് റോഡ് ആ ഭാഗത്തുകൂടി കടന്നു പോകുന്നത് എന്നതുൾപ്പെടെയുള്ള പരാതികൾ ആണ് നാട്ടുകാർ മന്ത്രിയെ അറിയിച്ചത്. മന്ത്രിയാകട്ടെ കാർ ഓടിച്ച് പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എന്താണ് സാഹചര്യം എന്നത് വിലയിരുത്തുകയും ചെയ്തത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്തൊരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ, പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം ഇവിടെ മാത്രമല്ല, ഇവിടെയും
മുണ്ടൂർ ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് ജനങ്ങളുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൗണ്ട് ആക്കണം എന്നൊക്കെയാണ്. അത് KSTP റോഡാണ് ഒരു വശത്തുള്ളത്. അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്ററോട് കൂടെ ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ചെയ്യും. ആ റൗണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം. അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ ബന്ധപ്പെട്ടവരെയായി ബന്ധപ്പെട്ട് അവർ പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പക്ഷേ സിഗ്നൽ ലൈറ്റ് അവർക്കും താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും, ട്രാഫിക് ജാമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ ഇറങ്ങും. രണ്ട് റോഡും ഈ റോഡും KSTP റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവരെ ഉന്നയിച്ചതും ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. KSTPയുടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരുകൊണ്ട് അത് പരിഹരിക്കും. രണ്ടുമില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും. ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം. ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹൈവേക്ക് നൽകിയിരുന്നു. അവരത് പാലിക്കാത്തത് തെറ്റാണ്. ഏതായാലും അടിയന്തരമായി അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ്.